ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാക്കേജിംഗ് ഓഫ് DNA എന്ന് പറയുന്ന പോർഷൻ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു പാരഗ്രാഫിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് ഫസ്റ്റ് ഇതിനകത്ത് പറയുന്നത് നോക്കി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റേഴ്സ് ആണ്. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അതിനകത്ത് ഈ പറയുന്നതാണ്, ഇതാണ് ഒരു ബേസ് പെയർ, ഇത് രണ്ടാമത്തെ ബേസ് പെയർ. ഈ രണ്ട് ബേസ് പെയറിനിടയിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? 0.34 ഇൻറ്റു 10⁻⁻9 മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എ ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ ഹാസ് അബൌട്ട് 6.6 ഇൻറ്റു 10⁻9 ബേസ് പെയർസ് എന്നാണ്. അതായത് ഒരു ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഏതൊരു സെല്ലിനാണോ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ളത്, 2n മീൻസ് 46 ക്രോമസോംസ് ഉള്ളത്, അതിനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് സെൽ എന്ന് പറയുന്നത്. 46 ക്രോമസോംസ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സെല്ലാണ് ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത്. ഗ്യാമീറ്റ്സിൻ്റെ അകത്ത് എത്ര ക്രോമസോംസ് ഉണ്ട്? 23 ക്രോമസോംസ് ഉണ്ട്. അതാണ് ഹാപ്ലോയിഡിന് എക്സാമ്പിൾ. ഇനി നമ്മുടെ ഡിപ്ലോയിഡ് സെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. ആ ഒരു 46 നമ്പർ ഓഫ് ക്രോമസോംസിലും കൂടിയിട്ട് എത്ര ബേസ് പെയർസ് ഉണ്ടാവും? ടോട്ടലി 6.6 ഇൻറ്റു 10⁻9 ബേസ് പെയർസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് DNA എങ്ങനെ കാണാം? ഈ രണ്ട് ബേസ് പെയറിനിടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ടോട്ടൽ എത്ര ബേസ് പെയർസ് ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം ടോട്ടൽ എത്ര ബേസ് പെയർസ് ഉണ്ട്? 6.6 ഇൻറ്റു 10⁻9 ബേസ് പെയർസ് ഉണ്ട്. അതിനെ നമുക്ക് 0.34 ഇൻറ്റു 10⁻⁻9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2.2 മീറ്റർ എന്ന് കിട്ടും ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അറൌണ്ട് 5 to 10 മൈക്രോമീറ്റേഴ്സ് ആണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻6 മീറ്റർ. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10⁻6 മീറ്റർ അത്രയും ചെറുതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിനുള്ളിൽ എങ്ങനെയാണ് ഈ 2.2 മീറ്റേഴ്സ് ഉള്ള ഈ നമ്മുടെ DNA എങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതാണ് പാക്കേജിംഗ് ഓഫ് DNA എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. Thank you so much. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.